ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്ത ഒന്നാണ് പാലക്കാട്ടെ നീല ട്രോൾ ബാഗ് വിവാദം. പാതിരാത്രിയിലെ പരിശോധന ഒരു വലിയ നാടകമായിരുന്നുവെന്നും ആ നാടകത്തിലൂടെ UDFിന്റെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കള്ളപ്പണക്കാരനാക്കാൻ കോൺഗ്രസിനെ ആക്ഷേപിക്കാനൊക്കെ CPM നടത്തിയ നീക്കമായിരുന്നുവെന്ന മട്ടിലാണ് CPMനെതിരെയുള്ള പ്രചരണം. അതൊരു പരിധിവരെ അതിൽ നിന്ന് ഒരു പണം പോലും കണ്ടെടുക്കാൻ സാധിച്ചില്ലെന്ന് മാത്രവുമല്ല, ഒരു FIR ഇടാൻ പോലും സർക്കാരിന് സാധിച്ചിരുന്നതുമില്ല. അന്ന് ആ പാതിരാ നാടകം നടക്കുമ്പോൾ KPM ഹോട്ടലിൽ ഉണ്ടായിരുന്ന രണ്ട് വനിതാ നേതാക്കളുണ്ടായിരുന്നു, നമ്മുടെ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധുരമായിട്ടുള്ള വിജയം നുണയാൻ ഇന്നലെ അവരെ നമ്മൾ പാലക്കാട് കണ്ടില്ല, പക്ഷെ അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും. വെരി ഗുഡ് മോർണിംഗ് ഷാനിമോൾ, വെരി ഗുഡ് മോർണിംഗ് ബിന്ദു കൃഷ്ണ. രണ്ടുപേർക്കും ആശംസകൾ ആൻഡ് അഭിനന്ദനങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. യെസ്, ആ രാത്രിയിലെ ലൈവുകൾ ഞങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ആ രാത്രിയിൽ അനുഭവിച്ച ഒരു ടെൻഷനും ആ രാത്രിയിൽ നടത്തിയ ചെറുത്തുനിൽപ്പും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് 10 വോട്ട് കൂട്ടിക്കൊടുത്തു എന്നതല്ലേ സത്യം? ഷാനിമോൾ. അരുൺ, ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിലുള്ള സന്തോഷത്തിനേക്കാൾ അപ്പുറമായിട്ടുള്ള അഭിമാനം ഈ റിപ്പോർട്ടർ TV-യിലൂടെ രാവിലെ പങ്കുവയ്ക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പണ്ടൊക്കെ പരാജയം മാത്രം ചർച്ച ചെയ്ത് പഠനം നടത്തുന്ന ഒരു സംവിധാനമായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളത് മാറി വിജയത്തെക്കുറിച്ച് കൂടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം അടക്കം പ്രതിപക്ഷ നേതാവ് കേരളത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ വിജയവും പഠിക്കുമെന്ന്. അപ്പോൾ അതുപോലെ ഞങ്ങൾ പാലക്കാട്ടെ വിജയവും ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം, ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ, ഇപ്പോൾ ബിന്ദുകൃഷ്ണ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ 30 ദിവസവും ഇതിലധികം അവിടെ തന്നെ നിന്നിട്ടുള്ള ആളുകളാണ്. ഒരു ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടം പരാജയപ്പെടുമെന്നുള്ള ഒരു അസസ്മെൻറ്റ് കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഓരോ തവണയും ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കുമെന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ചർച്ചകൾ. അപ്പോൾ ഇതിനകത്ത് സാധാരണ ജനങ്ങളുടെ ജീവിത സത്യങ്ങൾ, രാഷ്ട്രീയം അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. വിലക്കയറ്റം, അതുപോലെ തന്നെ മറ്റ് പെൻഷൻ കിട്ടാത്തത്, കാർഷിക മേഖലയിലെ പ്രശ്നം. ഇതിന് നടുവിലാണ് നാടകങ്ങളും തിരക്കഥയുമായിട്ട് CPMഉം LDFും രംഗത്ത് വന്നത്. അപ്പോൾ അവരുടെ നാടകങ്ങളുടെ ഒരു എപ്പിസോഡ് മാത്രമായിരുന്നു പാതിര നാടകം. ഞങ്ങൾ അവിടെ താമസിക്കുകയല്ലായിരുന്നു. ഞങ്ങൾ ഈ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്നവരല്ലേ. അപ്പോൾ ഞങ്ങളെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ FIR ഇട്ടില്ല എന്നുള്ള താങ്കളുടെ ആ പരാമർശത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. FIR പോലും ഇടാതെ, GD എൻട്രി പോലും, ഞങ്ങൾ രണ്ടുപേരും അഭിഭാഷകരാണ്, എൻട്രി പോലും ഇല്ലാതെ അത്രയും വലിയ സംഭവം അവിടെ നടന്നിട്ട് താങ്കളുടെ റിപ്പോർട്ടർ TV അടക്കമുള്ള ചാനലുകളിൽ തെളിവ് ഇന്നും ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഒരു പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റും? നിയമത്തിന്റെ മുന്നിൽ കുറെ ചട്ടങ്ങളില്ലേ? അത്തരം കാര്യങ്ങൾ ഇപ്പൊ ട്രോളി വിവാദം പിറ്റേന്ന് ഉപേക്ഷിച്ചെന്ന് ബഹുമാനപ്പെട്ട NN കൃഷ്ണദാസ് പറഞ്ഞതോടുകൂടി CPM തലയിൽ മുണ്ടിട്ട് പിന്നോട്ട് ഓടുന്ന ഞങ്ങൾ കണ്ടു. പക്ഷേ ഇതിന് ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം സ്ത്രീകളുടെ മുറിയിൽ അതിക്രമിച്ച് വന്ന് ഇത്തരത്തിലുള്ള ആഭാസ നാടകങ്ങളൊക്കെ കാണിച്ച പോലീസുകാരും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള തിരക്കഥാകൃത്തുകളടക്കമുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷവും നാടുണ്ടല്ലോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ നിയമ നടപടികളിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് മാറില്ല എന്നാണ് ഞങ്ങൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ ഷാനിമോൾ ഉസ്മാൻ KPMൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളും അവിടെ താമസിക്കുന്ന സമയത്ത് എപ്പോൾ കടന്നു പോകുമ്പോഴും ഷാനിമോൾ ഉസ്മാൻ പറയുമായിരുന്നു, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. അതായത് ഓരോ നിമിഷവും ഷാനിമോൾ ഉസ്മാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ വളരെ സജീവമായിരുന്നു. എനിക്കൊന്ന് 30-32 ദിവസം ഉണ്ടായിരുന്നുല്ലേ ഷാനി അവിടെ? അതെ, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ള എനിക്ക് വേറൊരു അസൈൻമെന്റും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതും കൂടി കഴിഞ്ഞിട്ടാണ് വന്നത്. അതങ്ങനെ പറയുന്നത് എന്താ പറയുക, ഞങ്ങളുടെ പോസിറ്റിവിറ്റിയാണ്. ഞങ്ങളെല്ലാവരും വലിയ ജോലിയിലായിരുന്നു. ഞങ്ങളുടെ ആ പോസിറ്റിവിറ്റി അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞേക്കണേ എന്ന് പറയുന്നത്. കാരണം ഈ നാടകങ്ങളൊക്കെ ലക്ഷ്യമേ ഉള്ളൂ രാഹുലിന്റെ വിജയം. ഒറ്റ ലക്ഷ്യം, വെറും വിജയമല്ല, ഞങ്ങൾ ആഗ്രഹിച്ച ഈ പറയുന്ന വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഞങ്ങൾക്ക്. കാരണം ഇത് BJPക്കെതിരെയാണ്
ഞങ്ങളുടെ മത്സരം. അത് ആദ്യം മനസ്സിലാക്കണം. BJP ആണ് ഞങ്ങളുടെ ടാർഗറ്റ്. BJP വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള കൃത്യമായ നിലപാടെടുത്ത് കൃത്യമായി ഞങ്ങൾ ആ കാര്യമാണ് പ്ലാൻ ചെയ്ത് തുടക്കം മുതലേ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള പല കഠിനാധ്വാനം നടക്കുമ്പോൾ ഗ്രൗണ്ട് മനസ്സിലാക്കിയ ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് കോൺഗ്രസും UDF-ഉം BJP-യും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആണെന്നുള്ളത്. അതിന് ഞങ്ങൾ ചെറുത്ത് തോപ്പിച്ചു. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ബിന്ദു കിഷയിലേക്ക് കൂടി ഇത് പോയി വരാം. ബിന്ദു കിഷ, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ നീല ട്രോളി ഇപ്പൊ കാണുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഞെട്ടലില്ല, ഞങ്ങൾക്ക് ഞെട്ടേണ്ട കാര്യമില്ലല്ലോ, കാരണം ഞങ്ങൾ അത്തരക്കാരല്ലല്ലോ. പാതിരാത്രി മുറിയിൽ തട്ടി വിളിച്ച് മഫ്റ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് കള്ളപ്പണം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. എനിക്കൊരു ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും അല്ലേ ബിന്ദു? സാധാരണ നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് പോലീസുകാർ ചെക്ക് ചെയ്തത് നമ്മൾ കാണാറുണ്ട്. ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുണ്ടാവും. ഇത് അവരാരും ഇല്ലാതെ രാത്രി വന്ന് ഇങ്ങനെ മുട്ടി വിളിക്കുന്നത് ആദ്യത്തെ അനുഭവമായിരിക്കണം. തീർച്ചയായും ഞങ്ങൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ അത്തരം ഒരു സംഭവം മുമ്പ് ഉണ്ടായതായി നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ അരുൺ, ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രതിഷേധം അറിയിച്ചോട്ടെ. ഇന്നലെ അരുണിന്റെ റിപ്പോർട്ടിങ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ പറയുക UDF-ന്റെ ഘടകകക്ഷികളായ SDP. പ്രേക്ഷകർക്ക് കുറെ മെസ്സേജ് അയച്ചു, അതുകൊണ്ട് ബിന്ദു അത് ഉന്നയിച്ചത് നന്നായി. ഒരു കാരണവശാലും ഘടകകക്ഷിയാണെന്നല്ല. അതായത് ഇനി പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ഞാൻ പറയാം. SDPI അവിടെ ആ പ്രതിഷേധം നടത്തുമ്പോൾ DCA ഓഫീസിന് മുന്നിൽ ഈ പടക്കം പൊട്ടിക്കാൻ അവർ തീരുമാനിക്കുന്നു. ആ സമയത്ത് പോലീസുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അതായിരുന്നു ആ സന്ദർഭം. ഞാനത് വിശദീകരിക്കുകയാണ് കേട്ടോ ബിന്ദു, ഞാൻ ബിന്ദുവിനെ എതിർക്കുകയല്ല. അപ്പോൾ ആ സമയത്ത് SDP അവിടെയുണ്ട്. അതേസമയം തന്നെ രാഹുലിൻ്റെ DJയും കൂടി വരുന്നുണ്ട്. അപ്പോൾ UDF-ലെ ഘടകകക്ഷികളടക്കമുള്ളവരുടെ DJ റോഡ് ഷോ നടക്കുന്നുണ്ട്. അതിന് തൊട്ട് മുന്നിലാണ് ഈ SDP-ക്കാർ ആ അവസരം ഉപയോഗിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. SDP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എന്നാണ് ആ പ്രയോഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ SDP UDF-ൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ധാരണ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ട. അങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ വെച്ച് തന്നെ അങ്ങനെ ധാരണയ്ക്കിടയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തുന്നു. അതിനകത്ത് ഒരു സംശയം വേണ്ട. പക്ഷേ SDP UDF-ന്റെ ഘടകകക്ഷിയാണെന്ന് പറഞ്ഞിട്ടില്ല, വസ്തുതാപരമായി പറഞ്ഞു പോയതാണ്. അത് അങ്ങനൊരു ധാരണ ഉണ്ടാവുന്നത് ശരിയുമല്ല. അപ്പോൾ ബിന്ദു, ആ ക്ലാരിറ്റി നമ്മൾ വരുത്തി കഴിഞ്ഞു. അതെ, ലിറ്ററലി കേട്ടത് അതായതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഡോക്ടർ അരുണുമായി കാണിച്ചതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അത്രയും പണിയെടുത്തതിന് ശേഷം ഞാൻ ഒരു കാരണവശാലും നിങ്ങളുടെ വിജയം, രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയം SDP-യുടെ പെടലേക്ക് കൊണ്ടുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നതേയില്ല. അതങ്ങനെയൊക്കെ പ്രചരണം നടത്തുന്നുണ്ടോ? പക്ഷേ ഒരു വിമർശനമുള്ളത് അത് രാഷ്ട്രീയ വിമർശനമായിരുന്നു. SDP എന്ന പേരാരും പറഞ്ഞില്ല എന്നുള്ളത്, കോൺഗ്രസ് തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അടവുതന്ത്രമായിരിക്കാം. പക്ഷേ SDP-യുടെ വിജയമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയം എന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നടത്തിയത് അത്രമേൽ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബിന്ദു, ഞാൻ ചോദിച്ചത് ഈ നീലട്രോളിയാണ് ഞെട്ടൂന്ന് ചോദിച്ചത്. ഈ രാത്രിയിലെ ഈ ദുരനുഭവമേ അത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടുള്ളതല്ലേ എന്നതായിരുന്നു ചോദ്യം. തീർച്ചയായും അത്തരമൊരു രീതിയിലേക്ക് കേരളത്തിന്റെ ഭരണം അധപ്പതിക്കുന്നല്ലോ എന്നോർത്ത് സഹതാപവും അതിലേറെ അമർഷവുമാണ്. എങ്ങനെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു? ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് സംശയം, നിങ്ങളെപ്പോലുള്ള ആളുകളല്ല ഞങ്ങൾ, കള്ളപ്പണവും അഴിമതി പണമായിട്ട് നടക്കുന്നവരല്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രാജ്യത്ത് നിലവിലുള്ള നിയമത്തിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. പാതിരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഞങ്ങളെ തട്ടി വിളിച്ച് ഇടിച്ച് മുറിക്കകത്തേക്ക് കയറി ഞങ്ങളുടെ മുഴുവൻ വസ്ത്രങ്ങളും എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് വനിതാ പോലീസിനെ കൂട്ടാമായിരുന്നല്ലോ. അവിടുത്തെ ASP പറയുന്നു ഇത് റുട്ടീൻ പരിശോധനയാണെന്ന്. റുട്ടീൻ പരിശോധനയ്ക്ക് ഇങ്ങനെയാണോ മിസസ് ASP പോകേണ്ടതെന്ന ചോദ്യം നിങ്ങൾക്കറിയില്ലേ? ഒന്നുകിൽ ഒന്നാമതായി വനിതാ പോലീസിനെ കൂട്ടണമായിരുന്നു, രണ്ടാമതായി തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വേണമായിരുന്നു. നിയമപരമായിട്ട് സെർച്ച് വാറണ്ട് ഇല്ലാതെ വരാൻ കഴിയില്ല. സെർച്ച് വാറണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ അതിനുള്ള നടപടിക്രമങ്ങൾ നിയമത്തിൽ പറയുന്നു. പെട്ടെന്ന് സെർച്ച് ചെയ്യേണ്ട വല്ല അത്യാവശ്യവും വന്നു പോയാൽ അതിനു വേണ്ട നടപടിക്രമങ്ങൾ ഒരു നടപടിക്രമവും പാലിക്കാതെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളെ മോശക്കാരാക്കാൻ വേണ്ടി അതുവഴി കേരളത്തിലെ UDF-നെയും പാലക്കാട്ട് തെരഞ്ഞെടുപ്പിലെയും കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി കളിച്ച നാണകെട്ട നെറികെട്ട കളിയിൽ മുഖം നഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ മാത്രമല്ല, അപ്പോൾ തന്നെ ഇത്രയും അന്യായങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാതെ, ഒരു മുന്നണിയുടെ നിലപാട് പറയാതെ, ഭരിക്കുന്ന ഗവൺമെന്റ് അതിന്റെ നേട്ടങ്ങൾ ജനങ്ങളോട് പറയാതെ, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാതെ നാടകം കളിച്ച് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് CPM-ന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിക്ക് രൂപം കൊടുത്ത ആരായാലും ആ ആള് അല്ലെങ്കിൽ ആ ഒരു ടീം ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയവരല്ല.
മാത്രവുമല്ല ഡോക്ടർ അരുൺ ശ്രദ്ധിച്ചില്ലേ, എവിടെയെങ്കിലും പാലക്കാടെ സംബന്ധിച്ചിടത്തോളം BJP ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ആ BJPക്കെതിരെ ഒരാക്രമണവും CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ദ വെരി ഫസ്റ്റ് ഡേ തുടങ്ങുന്നത് CPM-ന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കലാണ്. കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെയും ഇല്ലാ കഥകൾ പറയലാണ്. UDF-നെതിരെ രാഷ്ട്രീയം പറയാതെ ഇല്ലാ കഥകൾ ചമയ്ക്കുന്ന തിരക്കിലായിരുന്നു. അത് സോഷ്യൽ മീഡിയ ആയിക്കൊള്ളട്ടെ, അല്ലാതെ അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആയിക്കൊള്ളട്ടെ, എന്തിന് സംസ്ഥാന മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങോട്ട് താഴെയുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഓരോരുത്തരും അത്തരത്തിൽ പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് വിഡ്ഢികളല്ല. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. ആ കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങളുടെ കൃത്യമായ പ്രതിഫലനമാണ് പാലക്കാട്ടെ ജനത, പ്രബുദ്ധരായ ജനത പ്രതികരിച്ചത്. ആ പ്രതികരണം UDF-നെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിജയമാണ്. പാലക്കാട് എന്ന് പറയുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കേവലം ഒരു വിജയമല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട അന്യായത്തിന് മേൽ, അഴിമതിക്ക് മേൽ, അനീതിക്ക് മേലുള്ള ധർമ്മത്തിന്റെ വിജയം തന്നെയായി വിലയിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ബിന്ദു കൃഷ്ണ, ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ. ഞാൻ അന്ന് നമ്മുടെ നിർണായകമായ സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ദിവസം, അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്ന ദിവസം രാവിലെ നമ്മൾ തമ്മിൽ വലിയങ്ങാടിയിൽ വെച്ച് കണ്ടിരുന്നു. അന്ന് ഹരിഗോവിന്ദൻ്റെ ഒപ്പം ബിന്ദു കൃഷ്ണ യാത്ര ചെയ്ത് വരുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പം അന്ന് നമ്മൾ ഇതൊക്കെ കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ നീക്കത്തിന് പിന്നിൽ ബിന്ദു കൃഷ്ണ കൂടി ഉണ്ടായിരുന്നു അല്ലേ? നീക്കത്തിന് പിന്നിൽ ഞാനില്ല, നീക്കം അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നിൽ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ്. അതെ അതെ, അല്ല, ഞാൻ ആ സമയത്ത് നിർണായകമായ നീക്കങ്ങളൊക്കെ നടന്നു വരുന്ന സമയമാണെന്ന് തോന്നുന്നു. കോയമ്പത്തൂരിലൊക്കെ ചർച്ചകളൊക്കെ നീക്കിക്കഴിഞ്ഞ് ഹരിഗോവിന്ദൻ അടക്കമുള്ള ആളുകളാണല്ലോ അതിനൊരു നേതൃത്വമൊക്കെ നൽകുന്നത് ആ സമയത്ത്. അതിനുശേഷമാണ് ആ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നത്. ഞാൻ ഹരിഗോവിന്ദ ഭാഷനും എനിക്കും കൂടിയായിരുന്നു പാലക്കാട് ബെസ്റ്റിന്റെ ചുമതല. മുഴുവൻ സമയം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഷാനിമോൾ ഉസ്മാനിലേക്ക് കൂടി പോയി വന്നത്. ഷാനിമോൾ ഉസ്മാൻ, ഈ ചേലക്കരയിലെ ഈ പാലക്കാട്ടെ വിജയത്തിന്റെ തിളക്കത്തിനിടയിലും ചേലക്കരയിൽ രമ്യയുടെ പരാജയം ആ വിജയത്തിൻ്റെ ഒരു മങ്ങൽ ഏൽപ്പിച്ചു എന്നത് വസ്തുതയാണ്. കാരണം എനിക്ക് നേരിട്ടറിയാം, ചേലക്കരയിലെയും ഞാൻ ത്രൂ ഔട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പാർട്ടി അത്രമേലൊരു കേഡർ സ്വഭാവത്തോടു കൂടിയാണ് വർക്ക് ചെയ്തത്. ഞാൻ അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത്. അത്ര ചിട്ടയായ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ രമ്യയെ തന്നെ അവിടെ നിർത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയൊരു പുനഃപരിശോധന വേണ്ടതല്ലേ? കാരണം ആ മണ്ഡലത്തിൽ തന്നെ 5000 വോട്ടിന് പിന്നിൽ പോയൊരു സ്ഥാനാർത്ഥിയെ വീണ്ടും ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. രമ്യ മോശം സ്ഥാനാർത്ഥിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ അവിടെ തന്നെ ആ മണ്ഡലത്തിൽ തന്നെ 6 മാസത്തിന് ശേഷം അതേ സ്ഥാനാർത്ഥിയെ നിയോഗിക്കുക, അതൊരു ആ ഭരണവിരുദ്ധ വികാരം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയി എന്നത് ഒരു വാസ്തവമല്ലേ ഷാനി? പിന്നെ അരുൺ, അതിനകത്ത് വസ്തുതാപരമായിട്ടുള്ള ചില തെറ്റായ കാര്യങ്ങളുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള ആര് എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങളവിടെ രാഷ്ട്രീയമാണ് കണ്ടത്. മുന്നൊരുക്കം നടത്തി. ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ആ സീറ്റ് ഞങ്ങൾ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൃത്യമായ വർക്ക് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ഞങ്ങൾ വർക്ക് ചെയ്തില്ല എന്ന് പറയല്ല. പക്ഷെ ഞങ്ങളുടെ വർക്കിന്റെ ഫലമായിട്ടാണ് 40,000-ൽ കിടന്നിരുന്ന ഒരു സ്ഥലം അത് ഇപ്പോൾ 28,000 വോട്ടിന്റെ ഡിഫറൻസിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. നമ്പർ 1. നമ്പർ 2, A ക്ലാസ് മണ്ഡലമൊന്നും ആയിരുന്നില്ലല്ലോ അത്. ഇന്ന് ഒരു A ക്ലാസ് കോൺഗ്രസിനും UDF-നും പ്രതീക്ഷ നൽകുന്ന ഒരു A ക്ലാസ് മണ്ഡലമായി നിങ്ങളടക്കം കരുതുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കം, കേഡർ സ്വഭാവത്തിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ചേലക്കര എന്ന് പറയുന്നത് 28,000 വോട്ടിന്റെ ഡിഫറൻസിലേക്ക് വന്നപ്പോൾ ഗ്രേഡ് മാറിയിരിക്കുകയാണ്. ആ ഗ്രേഡ് മാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസും UDF-ഉം ഈ തെരഞ്ഞെടുപ്പിലെടുത്തിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗം തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെയും ഉന്നയിച്ചു വന്നത്, ഞങ്ങൾ ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് കാഫിർ വിവാദം വടകര നടത്തി, അതുപോലെ ഇവിടെ പാതിരാ നാടകം നടത്തി, ട്രോളി നാടകം നടത്തി, ഹസ്തദാന നാടകം നടത്തി, അവസാനം പത്രപരസ്യ നാടകം വരെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജാതി തിരിച്ച് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്രങ്ങളിൽ പരസ്യം കൊടുത്തില്ലേ? ഞങ്ങൾ അവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട്, ജയിക്കാൻ വേണ്ടി ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾ അവിടെ അപ്പോഴും കൃത്യമായി വിജയ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞങ്ങളവിടെ പ്രവർത്തനങ്ങളിലായിരുന്നു. ജനങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിലും അവിടുത്തെ നഗ്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. പെൻഷന്റെ ഇഷ്യൂ അടക്കമുള്ള, അല്ലെങ്കിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന വിലക്കയറ്റം അടക്കമുള്ള മുഴുവൻ പ്രശ്നങ്ങളും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചേലക്കരയിലെ പരാജയത്തെക്കുറിച്ച് പഠിക്കുന്നത് പോലെ പാലക്കാട്ടെ വിജയവും പഠിക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസും UDF-ഉം.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് പറയുമ്പോൾ മറുവശത്ത് സ്ട്രാറ്റജി ഇല്ല. പണ്ട് ഒരുപാട് സ്ട്രാറ്റജിസ്റ്റുകൾ CPM-ൽ ഉണ്ടായിരുന്ന അരുൺ ഓർമ്മിക്കുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഞങ്ങളൊക്കെ തുടങ്ങിയതല്ലേ. ആ കാലഘട്ടം മുതൽ ലോകത്തെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം തന്നെ ചർച്ച ചെയ്യുന്ന ഒട്ടേറെ നേതാക്കന്മാർ CPM-ൽ ഉണ്ടായിരുന്നു. ഇന്ന് CPM എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഞാനിവിടെ പേരെടുത്ത് പറയാം, ഇതിനകത്ത് നേതൃത്വം കൊടുത്ത MB രാജേഷിനെ പേരെടുത്ത് തന്നെ ഞാൻ പറയട്ടെ. MB രാജേഷിനെ പോലെയുള്ള ഇതൊക്കെ എന്ത് ചാണക്യ തന്ത്രമാണ് ഇവരുടെയൊക്കെ കയ്യിലുള്ളത്. ജനങ്ങളെ വിഭജിക്കുന്ന പറയുകയാണ് ഒരു മന്ത്രി ദേശാഭിമാനിയിൽ പത്രപരസ്യം കൊടുക്കാതെ 2 മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ വോട്ട് തട്ടുന്നതിന് വേണ്ടി അവസാനം പരസ്യം കൊടുത്തിട്ട് പറയുകയാണ് അത് പണത്തിന്റെ ലാഭം നോക്കിക്കൊണ്ടാണ് ഈ പത്രങ്ങളിൽ കൊടുത്തത്. വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാവുന്ന പരസ്യം കൊടുക്കാവുന്ന ദേശാഭിമാനി കൊടുത്തില്ല. നമ്മൾ ഇത്തരം മണ്ടത്തരങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MB രാജേഷിനെ പോലെയുള്ള CPM നേതാക്കന്മാരുടെ സ്ട്രാറ്റജി അല്ല കോൺഗ്രസിനും UDF-നും ഉള്ളത്. ഞങ്ങൾ അഭിമാനപൂർവ്വം പാലക്കാട്ടെ വിജയത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നു, ആ വിജയത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ വിലയിരുത്തൽ നടത്തി തുടങ്ങി, പഠനം നടത്തി തുടങ്ങി. അറ്റ് ദ സെയിം ടൈം പരാജയ കാരണം ചേലക്കരയുള്ളത് ഞങ്ങൾ നടത്തി തുടങ്ങി. ഏതെങ്കിലും ഒരു കാരണം അങ്ങോട്ട് ഫിക്സ് ചെയ്ത് ആരുടെയും തലയിൽ വെക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ. ഞങ്ങൾക്ക് 2026 ഗവൺമെന്റ് ഉണ്ടാക്കണ്ടേ? ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്ന ഈ ഗവൺമെന്റ് റീപ്ലേസ് ചെയ്യണ്ടേ ഡോക്ടർ അരുൺ? ഓക്കെ ഷാനി, ഞാൻ ഒരു ലൈറ്റ് വെയിറ്റ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ബിന്ദു കൃഷ്ണ, പാലക്കാട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താ? സേവയാണോ, പാലക്കാട്ടെ ആ കാറ്റാണോ, തേരിൻ്റെ കാറ്റാണോ, രഥോത്സവ കാഴ്ചയാണോ, കൽപ്പാത്തിയിലെ ഫിൽട്ടർ കോഫിയാണോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ 35 ദിവസത്തെ സങ്കീർണമായ പ്രവർത്തനമായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു റിലാക്സേഷൻ എന്തായിരുന്നു പാലക്കാട്? സത്യത്തിൽ പാലക്കാട് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. എത്ര സ്നേഹസമ്പന്നരായ ജനതയാണ്. അതിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായി ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് കൽപ്പാത്തിയില് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ തേര് ദിവസം ഞാൻ പോകാതിരിക്കുകയായിരുന്നു. അപ്പോഴാ ദീപാജി വിളിച്ചിട്ട് നമുക്ക് തേരൊന്ന് കാണാൻ പോകാം എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ തേര് കാണാൻ പോയ തേരിന്റെ അടുത്തെത്താൻ പറ്റുമെന്ന് ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ വിശാലാക്ഷി സമേത വിശ്വനാഥ ഭഗവാന്റെ തേര് വലിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. ഈശ്വരാനുഗ്രഹം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യത്യസ്തമായ നല്ല ഓർമ്മകളിൽ പെടുന്നു. പാതിരാ നാടകം ഏറ്റവും മോശപ്പെട്ട ഓർമ്മയായി കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കും നിൽക്കുമ്പോഴും ഏറ്റവും നല്ല ഓർമ്മയായി, നല്ല സന്തോഷമായി അത് നിലനിൽക്കും. തേര് വലിക്കുകയല്ല, തേരാളിയായി മാറട്ടെ, തേര് തെളിക്കുന്ന നായികയായിട്ട് മാറട്ടെ ബിന്ദു കൃഷ്ണ. അതേപോലെ ഷാനിമോൾ ഉസ്മാൻ. ഷാനി, അതേപോലെ പാലക്കാട് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ക്യാമ്പയിന്റെ പീരീഡിൽ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനിപ്പം കൽപ്പാത്തി തെരുവിൽ കണ്ട ഒരു കാര്യം പറയാം. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കും. അവിടെ ശ്രീമതി എന്ന് പറയുന്ന ഒരു തത്തയെ കൊണ്ട്, നമ്മുടെ കാലമൊക്കെ പറയുന്ന തത്ത, പിന്നെ ചീട്ടെടുക്കുന്ന ഒരു ചേച്ചി അവിടെ ഇരിക്കുകയാണ്. അവര് മലപ്പുറം ജില്ലയിലുള്ളതാണ്. 14 വയസ്സിൽ ഈ ജോലി. ഡോക്ടർ അരുണിനെ പോലുള്ള ഒരാളിനെ അത് കണ്ടെത്താൻ പറ്റുമോ? അവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവരിങ്ങനെ എടുത്തു വെച്ച ആ കൽപ്പാത്തി തെരുവിൽ എത്രത്തോളം പാരമ്പര്യവും നമ്മുടെ പഴയ അനുഷ്ഠാനങ്ങളും ഒക്കെ നിലകൊള്ളുന്ന അവിടെ വന്നിരുന്ന് അതിനു വേണ്ടി സ്ഥലം കണ്ടെത്തിയ, അല്ലെങ്കിൽ അവർക്ക് സ്ഥലം കൊടുത്തുകൊണ്ട് അവർ തത്ത ഇങ്ങനെ ചീട്ടെടുത്ത് കൊടുക്കും. അവർ നമ്മുടെ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് അവരൊരു ശുഭകരമായ ഭാവിക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവചനങ്ങൾ. അപ്പോൾ ഈ നാട്ടിൽ ഒരുപാട് പേര് അവരെ കാണാൻ ചെന്നത് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം കൽപ്പാത്തിയിൽ പോകുമ്പോഴും കൽപ്പാത്തിയിൽ കണ്ടിട്ടുള്ള വലിയ വലിയ കാഴ്ചകളും വിശ്വാസപൂർവ്വം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ ഓടിക്കൂടുന്നതും, കാർഷിക മേഖലയിൽ സ്ത്രീകൾ അതിൽ പച്ചക്കറി അടക്കം അവർ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കാണിക്കുന്ന വലിയ ആവേശം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുക്ക് എന്നുള്ള നിലയിൽ അവരുടെ പാചകത്തിന്റെ നമ്മുടെ രീതിയിലുള്ള പച്ചക്കറി പോലും നമ്മുടെ രീതിയിൽ മാത്രമല്ല അവർ കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് അടുക്കളകളിലെ പാചകത്തിന്റെ റെസിപ്പി അടക്കം കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഇത്രയും കാലം ഒരു സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുക അതൊരു അനുഭവമായിരിക്കും രണ്ടുപേർക്കും. താങ്ക് യു ഷാനിമോൾ ഉസ്മാൻ, താങ്ക് യു ബിന്ദു കൃഷ്ണ. പാതിരാ നാടകത്തിലെ ഒരു CPM-നേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇവരുടെ അന്നത്തെ ആ രാത്രിയിലെ ചെറുത്തുനിൽപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പോലീസിന്റെ പാളിപ്പോയ ഒരു മിഷനായിരുന്നു അത്. FIR പോലും ഇടാൻ പറ്റാതെ പോലീസ് ഇപ്പോ CPM-ന്റെ പാളിപ്പോയ ഒരു നാടകം. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് പോലീസ് ഈ മഫ്തി വേഷത്തിൽ വനിതാ പോലീസ് ഒന്നും ഇല്ലാതെ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ ഡോക്ടർ അരുൺ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്ന് പറയുന്നു. ആണല്ലേ? അതങ്ങനെയാണെങ്കിൽ ഗുരുതരവുമാണ്. മാത്രമല്ല വനിതാ പോലീസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ വന്ന് കയറാൻ പറ്റുമോ? ഒരു മിനിമം കോമൺ സെൻസ് വേണ്ടി. അതുകൊണ്ടാണല്ലോ ഒരു FIR ഇടാൻ
ഒരു FIR പോലും ഇടാൻ സംസ്ഥാന പോലീസ് ഇനിയും തയ്യാറാകാത്തത്? ഈ നാട്ടിൽ നിയമവാഴ്ച ഉണ്ടോ എന്ന ചോദ്യം വളരെ ശക്തമായി ഉന്നയിക്കുക. അപ്പോൾ താങ്ക് യു ബിന്ദു കിഷ. ഷാനിമോൾ ഉസ്മാൻ, ഷാനി പറഞ്ഞതുപോലെ അടുത്ത തവണ സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോഴേ തന്നെ വിജയവും പരാജയവും ഒരേപോലെ പഠിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ പലയിടങ്ങളിലും മാറ്റം വരുന്നുണ്ട്. പ്രേക്ഷകരെ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയായിട്ട് അവർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടുകാലത്ത് നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ ഒരു നേതാവ് ഒന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായങ്ങൾ മറുഭാഗത്തുണ്ടാവും. അതിന് ജനാധിപത്യമാണെന്നൊക്കെ പറഞ്ഞാലും അത് ആ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ചിട്ടയായി സെമി കേഡർ തലത്തിലേക്ക് പാർട്ടിക്ക് മാറാൻ കഴിയും സംഘടനാപരമായി. അത് നല്ല കാര്യം.